നമസ്കാരം. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ചന്ദ്രനിലെ പൊടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചന്ദ്രനിലേക്ക് വീണ്ടും പോകാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇത്തവണ അവിടെ തങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ശാസ്ത്രലോകം. നാസയുടെ ആർട്ടമിസ് പ്രോഗ്രാം, ESAയുടെ മൂൺ വില്ലേജ്, സിനോ റഷ്യൻ ILRS തുടങ്ങിയ പല പദ്ധതികളും ഇതിന്റെ ഭാഗമാണ്. ചന്ദ്രനിൽ സ്ഥിരമായി തങ്ങാനുള്ള ഈ പദ്ധതികൾക്ക് വലിയ നിക്ഷേപം, ഗവേഷണം, വികസനം എന്നിവ ആവശ്യമാണ്. എന്നാൽ ഒരു പ്രധാന വെല്ലുവിളിയുണ്ട്. അതാണ് ചന്ദ്രനിലെ പൊടി, അഥവാ ലൂണാർ റീഗോലിത്ത്. ഇത് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയാണ്. റീഗോലിത്ത് വളരെ നേർത്തതും എളുപ്പത്തിൽ ഇളകിപ്പോകുന്നതുമാണ്. റോവറുകളും പേടകങ്ങളും ഇറങ്ങുമ്പോഴും പറന്നുയരുമ്പോഴും ഇത് അന്തരീക്ഷത്തിൽ പടരുന്നു. ഈ പൊടി ഇലക്ട്രോസ്റ്റാറ്റിക്കായി ചാർജ് ചെയ്തതാണ്. അത് കാരണം ഏത് പ്രതലത്തിലും ഒട്ടിപ്പിടിക്കും. യന്ത്രസാമഗ്രികളിൽ കയറി കേടുപാടുകൾ വരുത്താനും സാധ്യതയുണ്ട്. റീഗോലിത്ത് ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഇത് ശ്വസന പ്രശ്നങ്ങളിലേക്കും ദീർഘകാല കേടുപാടുകളിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. റീഗോലിത്തിന്റെ സ്വഭാവവും യാന്ത്രിക പെരുമാറ്റവും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പുതിയ പഠനത്തിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുണ്ടായി. പരുപരുത്ത ധാന്യങ്ങളുള്ള ഇമ്മെച്യൂർ റീഗോലിത്ത് ഉപയോഗിക്കുമ്പോൾ റോവറുകൾ കാര്യമായ പൊടിപടലങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്ന് ശാസ്ത്രജ്ഞർ തെളിയിച്ചു. വനേസ മുനിസ് ലോറൻസും മൈക്കൽ ലൂക്കാസുമാണ് ഈ പഠനം നടത്തിയത്. ലൂണാർ പ്ലാനറ്ററി സയൻസ് കോൺഫറൻസിൽ അവർ ഈ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു. ഭൂമിയിലെ മണ്ണിൽ നിന്ന് വ്യത്യസ്തമായി കോടിക്കണക്കിന് വർഷങ്ങളായുള്ള ഉൽക്കാപതനങ്ങളുടെയും ബഹിരാകാശത്തിന് സമ്പർക്കം പുലർത്തുന്നതിന്റെയും ഫലമാണ് ലൂണാർ റീഗോലിത്ത്. പണ്ടത്തെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കാരണം സിലിക്ക ധാന്യങ്ങൾ ഗ്ലാസായി മാറുകയും ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ ഉപരിതലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാലക്രമേണ മൈക്രോമെറ്റിയോറൈറ്റ് ആഘാതങ്ങൾ, സൗരവാത വികിരണം എന്നിവ മൂലം NPFE എന്ന നാനോഫേസ് ഇരുമ്പിന്റെ രൂപീകരണം നടന്നു. ഇത് പൊടിപടലങ്ങളെ കൂടുതൽ സൂക്ഷ്മമാക്കുന്നു. ചന്ദ്രോപരിതലത്തിൽ റോവറുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കുന്നതിനായി ഒരു ട്രാഫിക്കബിലിറ്റി പഠനം ഈ ടീം നടത്തി. ആർട്ടമിസ് പ്രോഗ്രാമിൽ റോവറുകൾക്ക് വലിയ പങ്കുണ്ട്. ഹൈലാൻഡ്സ്, ദക്ഷിണധ്രുവ മേഖലകൾ എന്നിവ പര്യവേക്ഷണം ചെയ്യാൻ അവ അത്യാവശ്യമാണ്. ലൂണാർ ഹൈലാൻഡ്സിലെ ഇമ്മെച്യൂർ റീഗോലിത്തിന് സമാനമായ LHS-1E എന്ന സിമുലന്റ് ഉപയോഗിച്ചാണ് അവർ പരീക്ഷണം നടത്തിയത്. വീലിന്റെ രൂപകൽപ്പന റീഗോലിത്തിന്റെ വലുപ്പത്തെയും ആകൃതിയെയും എങ്ങനെ ബാധിക്കുന്നു, പൊടി കുറയ്ക്കുന്നതിൽ അതിനുള്ള സ്വാധീനം എന്താണ് എന്നെല്ലാം അവർ പഠിച്ചു. ഈ പഠനം റോവറുകളുടെ ചലനശേഷി മെച്ചപ്പെടുത്താനും പൊടി കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനും സഹായകമാകും. ബഹിരാകാശ പര്യവേക്ഷണത്തിന് ഇതൊരു പ്രധാന ചുവടുവയ്പ്പാണ്.